വാർത്തകൾ വിശദമായി. പത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി. സിറിയയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് തീരുമാനം. ചൊവ്വാഴ്ച രാവിലെ ദമസ്കസിലേക്ക് മടങ്ങും. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, സിറിയയിൽ വിമതർ പിടിച്ചെടുത്തിരിക്കുന്നു, ദമസ്കസ് പിടിച്ചെടുത്തിരിക്കുന്നു, ബഷാറുൽ അസദിന്റെ ഭരണം വീണിരിക്കുന്നു. ഇക്കാരണത്താലാണോ പത്രിയാർക്കീസ് ബാവ ഉടനെ മടങ്ങുന്നത്? 10 ദിവസത്തെ ഒരു പ്ലാൻ ആയിരുന്നില്ലേ ആദ്യം? ഷഹാന, 10 ദിവസത്തെ സന്ദർശനം എന്നൊരു തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചാണ് ഇന്നലെ ബാവ കേരളത്തിലേക്ക് എത്തിയത്. 17-ാം തീയതി മടങ്ങും എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സിറിയയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മാറ്റിയിരിക്കുന്നത്. ഈ ചൊവ്വാഴ്ച തന്നെ, വരുന്ന ചൊവ്വാഴ്ച തന്നെ ദമാസ്കസിലേക്ക് മടങ്ങാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാതോലിക്ക ബാവയെ തിരഞ്ഞെടുക്കുക, യാക്കോബായ സഭയുടെ തലവനായി കാതോലിക്ക ബാവയെ തിരഞ്ഞെടുക്കുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾക്കും മറ്റ് ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇന്ന് കാതോലിക്ക ബാവയെ മാർ ജോസഫ് ഗ്രിഗോറിയോസ് കാതോലിക്ക മെത്രാപ്പൊലീത്തയെ കാതോലിക്ക ബാവയായി തീരുമാനിച്ചിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ദമാസ്കസിലേക്ക് മടങ്ങുന്നു എന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ചൊവ്വാഴ്ച ബാവ തിരിച്ച് ദമാസ്കസിലേക്ക് മടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സിറിയയിലെ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മാറ്റിയിരിക്കുന്നത്.